കുടുംബത്തെയും പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കിയതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും ആയിരം നന്ദിയും സ്തുതിയും പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഗുജറാത്ത് വാപ്പിയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ 2025 ജനുവരി 2-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഉടമ്പടിയിൽ എഴുതാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ നടുവിന് ഞാൻ ബെൽറ്റ് കെട്ടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. ഇപ്പം ഒരു 2023 ഒക്ടോബർ മാസത്തോടുകൂടി എനിക്ക് നടുവിന് ഒരു വെട്ടലുണ്ടായി. എൻ്റെ എല്ലിന് ബഡ്ജുണ്ട്. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ബെൽറ്റ് ഇട്ട് തന്നെ നടക്കണം. കാലിൽ കിടക്കാൻ നേരത്ത് മാത്രം ബെൽറ്റ് ഊരി വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നടന്നിരുന്ന എനിക്ക് ആഗ്രഹമായിരുന്നു മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോകണമെന്ന്. ബെൽറ്റ് ഇട്ടുകൊണ്ട് അതിന് മുമ്പത്തെ വർഷവും ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ കയറി. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ഇവിടുന്ന് ഉടമ്പെടുത്ത് പോയതിന് ശേഷം മലയാറ്റൂർ മല കയറാൻ പോയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ബെൽറ്റ് ഊരി കാറിൽ വെക്കുക. എങ്കിലും എനിക്ക് ഭയമായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് ബെൽറ്റ് കെട്ടി തന്നെ കയറാം എന്ന് തീരുമാനിച്ചു. കുറച്ച് നടന്നു. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എടുക്കാറായപ്പോൾ പിന്നെയും മനസ്സിൽ പറയുന്നു ബെൽറ്റ് ഊരി വെക്കൂ, വിശർക്കും, ബുദ്ധിമുട്ട് വരും എന്നൊക്കെ. അതനുസരിച്ച് ഞാൻ തിരിച്ചു വന്ന് ബെൽറ്റ് ഊരി വാഹനത്തിൽ വെച്ചു. എന്നിട്ട് ഞാൻ നടന്നു കയറി. 1-ാം സ്ഥലം എത്തി, 2-ാം സ്ഥലം എത്തി. പിന്നെ ഞാൻ കയറി ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ബെൽറ്റ് എവിടെയാണ് വെച്ചെന്ന് പോലും ഞാൻ മറന്നുപോയി. ബെൽറ്റ് കെട്ടണമെന്നുള്ള ഓർമ്മ പോലും ഇല്ലാതായി. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ആ ബെൽറ്റ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചില്ല. അതിനു മുമ്പ് ഞാൻ വെയിറ്റ് എടുക്കുവാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനുശേഷം ഇന്ന് വരെയും എനിക്ക് വെയിറ്റ് എടുക്കുവാനോ ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയങ്ങളിൽ വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജോലികളൊക്കെ വളരെ കുറവായിരുന്നു ലഭിക്കുന്നത്. ചിലപ്പോൾ ലഭിക്കുന്ന ജോലികൾ അത് മാറ്റി വയ്ക്കുക പതിവായിരുന്നു. അഥവാ കിട്ടുന്ന ജോലികൾ ചെയ്യാൻ സമയമാകുമ്പോൾ ജോലിക്കാരെ കുറവായിരുന്നു. അങ്ങനെ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി ഇരുന്ന അവസരത്തിൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ മാറ്റിവെച്ച ജോലികൾ തരികയും അതുപോലെ തന്നെ സമയബന്ധിതമായ ജോലിക്കാരെ ലഭിക്കുകയും ചെയ്തു. അതുവഴി എനിക്ക് സാമ്പത്തികമായി വളരെ ഉന്നമനമുണ്ടായി. എൻ്റെ കുറേ ലോണുകളൊക്കെ അടച്ചു തീർക്കുവാനൊക്കെ സാധിച്ചു. എനിക്ക് എൻ്റെ പ്രാർത്ഥന ഉടമ്പടി ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും കൊന്ത നമസ്കാരവും പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എല്ലാം പങ്കുകൊള്ളുന്നുണ്ട്. രാവിലത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ആ പ്രാർത്ഥന കേൾക്കുകയും എൻ്റെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ പ്രസംഗവും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് നല്ല നല്ല സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് മറാഠി, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് പിന്നെ 10-20 ബണ്ടിൽ പേപ്പർ മേടിച്ചു കൊണ്ടുപോയി ആദിവാസി മേഖലകളിൽ സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കാശുരൂപവും കൊന്തയും മാതാവിൻ്റെ രൂപം ഫോട്ടോയും ചെറിയ ഫോട്ടോയും എല്ലാം മേടിച്ച് അവിടെ പിന്നെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യാറുണ്ട്. ആദിവാസികളുടെ ഇടയിൽ ഞാൻ പോയി അവിടെ ചെല്ലുമ്പോൾ സ്കൂളിലെ പിള്ളേരുടെയൊക്കെ അവരോട് പറയും എൻ്റെ പ്രയാസങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ള കൃപകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരോട് പറയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ പുറകെ വശത്ത് തിരിയുടെ പടം കൊടുത്തേക്കുന്ന അതിൽ നിങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥനാപേക്ഷ ഒക്കെ നടത്തുവാനൊക്കെ അവരോട് പറയാറുണ്ട്. അങ്ങനെ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ അവർക്ക് പിന്നെ അതുപോലെ യൂട്യൂബിൽ കൂടെ കാണുവാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 7-ാം തിരുവചനം. ലജ്ജിതരാകുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ജോസഫ് എന്ന ഈ സഹോദരൻ വളരെ സങ്കടത്തോടു കൂടി വന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ തൻ്റെ വലിയ 2 നിയോഗങ്ങൾ, എൻ്റെ ബിസിനസ് തകർന്നു പോകുന്നതും തൻ്റെ 1.5 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന ഡിസ്ക് ബൾജിങ്ങിൻ്റെ കാരണം കൊണ്ട് ബെൽറ്റ് ഒരിക്കലും ഉറങ്ങുമ്പോൾ മാത്രമേ ബെൽറ്റ് ഊരാവൂ എന്ന് അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് തിരിച്ചു വന്ന് മലയാറ്റൂർ മല കയറുന്ന സമയത്ത് അദ്ദേഹം കരുതി ഇനി എനിക്ക്
മല കയറി ഈശോയെ സ്നേഹിക്കണം, എൻ്റെ കാരുണ്യപ്രവൃത്തികളും എല്ലാം ശക്തമായി ചെയ്യണമെന്നെല്ലാം വളരെ അതിയായ ശക്തിയായ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് അദ്ദേഹം നടന്നു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മലയാറ്റൂർ മല കയറിയവർക്കറിയാം, ഒന്നാമത്തെ സ്റ്റേഷൻ നടന്നെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. വളരെ നീളം കൂടിയ ഒരു സ്റ്റേഷനാണ്. 2, 3 അത് കഴിഞ്ഞാൽ നമുക്ക് 14 സ്റ്റേഷൻ ഈസി ആയിട്ട് നടന്നെത്താം. ഈസിയല്ല, എന്നാലും അത് പെട്ടെന്ന് എത്തും. പക്ഷേ ഒന്നാമത്തെ സ്റ്റേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹം അവിടെ കയറി ഇറങ്ങി വന്നതിന് ശേഷം ആ ബെൽറ്റ് കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആ ബെൽറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായ സൗഖ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു. കൃത്യമായ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലവും പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ വിശ്വാസവും ശരണവും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചപ്പോൾ ഈശോ അദ്ദേഹത്തെ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് തന്നെയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു പോയപ്പോഴെല്ലാം ഇപ്പോൾ അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ അദ്ദേഹം അനുഗ്രഹിക്കുന്നു. എല്ലാ ജനതകളിലേക്കും, ഈശോയെ അറിയാത്തവരെല്ലാവരിലേക്കും, എല്ലാ മക്കളിലേക്കും അന്യദേശത്ത് ചെന്ന്, അന്യ പ്രദേശത്ത് ചെന്ന് ഇവിടെ നിന്നുള്ള കൃപാസനം പത്രവും നേർച്ച വസ്തുക്കളും കൊടുക്കുന്നതിൽ അദ്ദേഹം ഉത്സുകനാണ്. ഈശോയെ എത്രമാത്രം മറ്റുള്ളവരിലേക്ക് കൈമാറാം, ആ ക്രിസ്തു കൈമാറ്റം അദ്ദേഹം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ചെയ്തവർ ചെയ്യേണ്ട ഒരു വലിയ കാര്യം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നതാണ്. അവൻ പറയുന്ന ഒന്ന് മാത്രമാണ്, സുവിശേഷം കൈമാറുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജോസഫ് ചെയ്യുന്നത് അത് തന്നെയാണ്. ക്രിസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മെറിറ്റിൽ ഒന്നും തന്നെ നടക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ നടുവേദനയായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സായാലും അദ്ദേഹത്തിൻ്റെ മെറിറ്റിലല്ല ഇന്ന് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ആരോഗ്യവാനായി നടക്കുന്നത് മരുന്നിൻ്റെ ബലത്തിലല്ല, വചനത്താൽ സൗഖ്യപ്പെട്ടതാണെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. അസുഖത്താലും ആരോഗ്യത്താലും അനാരോഗ്യത്താലും കഷ്ടപ്പെടുന്നവരെയും ബിസിനസ് തകർന്നു പോകുന്നവരെയും ജീവിതക്ലേശങ്ങളാൽ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.